فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. സൂറത്തുൽ ബഖറയിലെ 24-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. വലൻ തഫ്അലു, അവിടെ നൂന്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചു ഓതേണ്ടതാണ്. വലൻ തഫ്അലു ഫത്തഖുന്നാറല്ലതി, അവിടെ മണിക്കേണ്ടതാണ്. നൂന്റെ മേലെ ശബ്ദമുണ്ട്. അതേപോലെ തന്നെ വഖൂദുഹന്നാസു, അവിടെയും മണിക്കേണ്ടതാണ്. കാരണം നൂന്റെ മേലെ ശബ്ദമുണ്ട്. ഫഇൻ ലം തഫ്അലു, ഈ ആയത്തിന്റെ തുടക്കത്തിൽ അവിടെ മണിക്കേണ്ടതില്ല. കാരണം നൂനിന്റെ ശേഷം ലാമാണ്. സുക്കൂണിന് നൂനിന് ശേഷം ലാമ് വന്നു കഴിഞ്ഞാൽ അവിടെ ഇദ്ഗാം ബിഗൈരി ഗുന്നയാണ്. നൂനിനെ ലാമിൽ ലയിപ്പിച്ച് മണിക്കാതെയാണ് ഓതേണ്ടത്. ഫഇൻ ലം തഫ്അലു, ഫഇൻ ലം തഫ്അലു. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. അമ്മാബാദ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 24-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ കടക്കുകയാണ്. ഫഇൻ ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുന്നാറല്ലതി വഖൂദുഹന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. ഇതാണ് സൂറത്തുൽ ബഖറയിലെ 24-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ ഫഇൻ ലം തഫ്അലു, എന്നിട്ടു നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ, വലൻ തഫ്അലു, നിങ്ങൾ ചെയ്യുന്നതുമല്ല തന്നെ, ഫത്തഖു, എന്നാൽ സൂക്ഷിച്ചുകൊള്ളുവിൻ, അന്നാറ, നരകത്തെ, അല്ലത്തി, യാതൊരു, വഖൂദുഹ, അതിൽ കത്തിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിലെ ഇന്ധനം, അന്നാസു, മനുഷ്യരാകുന്നു, വൽ ഹിജാറത്തു, കല്ലുകളും, ഉഇദ്ദത്ത്, അതു തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു, ലിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക്. അപ്പോൾ ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം, നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയുകയുമില്ല. മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊള്ളുക. സത്യനിഷേധികൾക്കു വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാകുന്നു അത് എന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയുകയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കഴിഞ്ഞ ആയത്തിന്റെ തുടർച്ചയായിക്കൊണ്ടാണ്. കഴിഞ്ഞ ആയത്തിൽ, അതായത് അൽ ബഖറയിലെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്തതിനെ പറ്റി നിങ്ങൾ സംശയാലുക്കളാണ് എങ്കിൽ അതിൻ്റേതുപോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കുള്ള സഹായികളെയും വിളിച്ചുകൊള്ളുക, നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ. ഈ ആയത്തിന്റെ തുടർച്ചയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയുകയുമില്ല എന്ന്. ആരോടാണ് സഹോദരങ്ങളെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത്? പ്രഥമമായി ഈ കാര്യം അല്ലാഹു പറയുന്നത് അറേബ്യയിൽ ഉണ്ടായിരുന്ന, അറബി ഭാഷയിലും സാഹിത്യത്തിലും അഹങ്കാരം നടിച്ചു നടന്നിരുന്ന ഒരു ജനതയോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത്. അറബികൾ എന്ന് പറയുന്നത് അവർ പരസ്പരം കവിതകൾ ഉണ്ടാക്കി അഹങ്കാരം നടിക്കുകയും പരസ്പരം മത്സരിക്കുകയും ചെയ്തിരുന്ന, എപ്പോഴും അറേബ്യയിൽ തന്നെ ആശയവിനിമയം, എപ്പോഴും അറബിയിൽ തന്നെ ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്ന അതേ വാക്കുകളും അക്ഷരങ്ങളും ഉപയോഗിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ വെല്ലുവിളി സ്വീകരിക്കൽ,
ആ അറബികൾ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് അവർക്കതിന് സാധിച്ചിട്ടില്ല സഹോദരങ്ങളെ. അവരെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവർക്കതിന് ഒരിക്കലും സാധിക്കുകയില്ല എന്ന്. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിന് ഈ ആയത്തുകളിൽ മാത്രം 2 തെളിവുകളുണ്ട് എന്നാണ് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ഈ ഖുർആനിന് പോലുള്ള ഒന്ന് നിങ്ങൾ കൊണ്ടുവരൂ എന്ന വെല്ലുവിളിയെ വെല്ലുവാൻ വേണ്ടി ഇന്നോളം ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഇനി ഇതുപോലുള്ള ഒരു ഗ്രന്ഥമോ അധ്യായമോ സൂക്തമോ കൊണ്ടുവരുവാൻ ലോകാവസാനം വരെ ആർക്കും കഴിയുകയില്ല എന്ന് പ്രവചിക്കുന്നത് അത് വളരെ ഖണ്ഡിതമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. ഈ രണ്ട് തെളിവുകൾ അത് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുകയാണ് സഹോദരങ്ങളെ. പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്നതിന് ഈ ആയത്തുകൾ തെളിവാണ് എന്ന്. ഇവിടെ വളരെ ഖണ്ഡിതമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു, നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്കത് ഒരിക്കലും ചെയ്യാൻ കഴിയുകയില്ല എന്നാണ്. വളരെ ഖണ്ഡിതമായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം ഇവിടെ പറയുന്നത്. പരിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കിയ പണ്ഡിതന്മാർ ഖുർആനിന്റെ പദപരവും ആശയപരവും അതുപോലെ തന്നെ ഖുർആനിലെ കഴിഞ്ഞുപോയ സംഭവങ്ങളും വരാനിരിക്കുന്ന നമുക്ക് അദൃശ്യമായ കാര്യങ്ങളും ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള അനേകം ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, കടലിൽ നിന്ന് ഒരു കുരുവിക്ക് തന്റെ കൊക്കിൽ എത്രമാത്രം വെള്ളമെടുക്കുവാൻ കഴിയുമോ അത്രമാത്രമാണ് ഖുർആനിന്റെ വിഷയത്തിൽ അതിന്റെ അമാനുഷികത്വം വിശദീകരിക്കുവാൻ വേണ്ടി, അത് വിശദമാക്കുവാൻ വേണ്ടി ആ പണ്ഡിതന്മാർ രചന നിർവഹിച്ചപ്പോൾ അവർക്കതിന് സാധിച്ചിട്ടുള്ളത്. അത്രമാത്രം മഹത്വമേറിയ നമ്മുടെ കയ്യിലുള്ള ഏത് മാനദണ്ഡം വെച്ച് നോക്കിയാലും കാലത്തെ അതിജീവിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം സഹോദരങ്ങളെ, അതാണ് പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ കലാം. ഈ ഖുർആനിന്റെ ആശയങ്ങളും അക്ഷരങ്ങളും ആവിഷ്കാര ശൈലിയുമൊക്കെ അള്ളാഹുവിൻ്റെതാണ് സഹോദരങ്ങളെ. ഈ ഖുർആനിന്റെ അത് അള്ളാഹുവിന്റെ വചനമാണ് എന്നതിന് തെളിവ് ഈ ഗ്രന്ഥം തന്നെയാണ്. ഒന്ന് ചെറിയ രൂപത്തിലെങ്കിലും ഒന്ന് പഠനവിധേയമാക്കുവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആർക്കും ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ് ഇത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിൽ ഒരു സംഭവം കാണാം. വലീദ് ബിൻ മുഗീറ എന്ന ഖുറൈശി പ്രമാണിയുടെ ചരിത്രം. ഖുറൈശ് ഗോത്രത്തിൽ ബനു മക്സൂം ശാഖയിലെ വലിയ ധനികനും നേതാവുമായിരുന്നു വലീദ് ബിൻ മുഗീറ. മക്കയിൽ വലിയ പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന വ്യക്തി. ഇയാൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുവാനും ഇസ്ലാമിനെ കുറിച്ച് ചിലതൊക്കെ മനസ്സിലാക്കുവാനും വേണ്ടി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വലീദ് എന്ന വ്യക്തിക്ക് ഏതാനും ഖുർആൻ വചനങ്ങൾ ഓതിക്കേൽപ്പിക്കുകയാണ്. അയാൾ അത് കേട്ടപ്പോൾ ഖുർആൻ വല്ലാതെ സ്വാധീനിച്ചതായി അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന് അത് അനുഭവപ്പെട്ടു. അങ്ങനെ ഖുർആൻ വളരെ ഹൃദ്യമായി അയാൾക്ക് അനുഭവപ്പെടുകയാണ്. ഈ വിവരം പിന്നീട് മക്കയിലെ മറ്റൊരു പ്രമാണിയായ അബൂജഹൽ കേൾക്കുകയാണ്. വലീദ് ബിൻ മുഗീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോയി കണ്ടതും ഖുർആൻ കേട്ടതും ആ ഖുർആനിനെ കുറിച്ച് ഉയർന്ന നിലവാരത്തിൽ സംസാരിച്ചതും അബൂജഹലിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അയാൾ വലീദിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് മുഹമ്മദിന്റെ അടുത്ത് താങ്കൾ പോയത് ശരിയായില്ല എന്നും അദ്ദേഹത്തെ തള്ളിപ്പറയണമെന്നും അബൂജഹൽ ആവശ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഈ നാട്ടുകാർ താങ്കൾക്ക് എത്ര പണം ശേഖരിച്ചു തരുവാൻ വേണ്ടി തയ്യാറാണ് എന്ന് അബൂജഹൽ വലീദിനോട് ആ സമയം പറയുകയാണ്. അപ്പോൾ വലീദ് ബിൻ മുഗീറ അദ്ദേഹം പറയുകയാണ്, ഖുറൈശ് ഗോത്രത്തിൽ അറിയാമല്ലോ, ഞാനാണ് ഏറ്റവും സമ്പന്നനായ വ്യക്തി, പിന്നെ എനിക്കെന്തിനാണ് നാട്ടുകാർ പണം പിരിച്ചു തരേണ്ടത് എന്ന് ഈ വലീദ് തിരിച്ച് അബൂജഹലിനോട് പറയുകയാണ്. അപ്പോഴും ആ വ്യക്തിയെ അബൂജഹൽ നിർബന്ധിക്കുകയാണ്. അതുകൊണ്ടായില്ല, താങ്കൾ ഒരു പ്രസ്താവന നടത്തണം, മുഹമ്മദിനെ താങ്കൾ വെറുക്കുന്നു എന്ന് അതിൽ നിന്ന് വ്യക്തമാകണമെന്ന് അബൂജഹൽ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ വലീദ് ബിൻ മുഗീറ പറഞ്ഞതെന്താണെന്ന് അറിയാമോ സഹോദരങ്ങളെ? അയാൾ പറയുകയാണ്, ഞാൻ എന്താണ് പറയുക, അള്ളാഹുവാണ്, കവിതയുടെ അവാന്തര വിഭാഗങ്ങളെപ്പറ്റി എന്നേക്കാൾ അറിയാവുന്ന ആരും നിങ്ങളുടെ കൂട്ടത്തിലില്ല. മുഹമ്മദ് പറയുന്നത് ഈ കൂട്ടത്തിലൊന്നും പെട്ടതല്ല. അള്ളാഹുവാണ്, അവനീ പറയുന്ന വാക്കിന് മധുരിമയുണ്ട്, മോടിയുണ്ട്. അത് അടിമുതൽ മുടി വരെ സുഫലമാണ്, സമൃദ്ധമാണ്. അത് ഉയരും, അതിനെ മറികടക്കാൻ ആർക്കും കഴിയുകയില്ല. അതിന് താഴെയുള്ളതിനെയൊക്കെ അത് തട്ടിത്തകർക്കും. വലീദ് ബിൻ മുഗീറ ഈ പ്രസ്താവന നടത്തുകയാ സഹോദരങ്ങളെ. വലീദ് ബിൻ മുഗീറയുടെ ഈ പ്രസ്താവന കേട്ടിട്ടും അബൂജഹൽ അയാളെ വിടാതെ വീണ്ടും ആവശ്യപ്പെടുകയാണ്, മുഹമ്മദിനെ വിമർശിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്താതെ ഇരുന്നാൽ താങ്കളെ ആരും ഇനി തൃപ്തിപ്പെടുകയില്ല, ഈ മക്കയിൽ ആരും താങ്കളെ ഇഷ്ടപ്പെടുകയില്ല എന്ന് അബൂജഹൽ ആ സമയം പറയുകയാണ്.
അങ്ങനെ വിഷമത്തിലായ വലീദ് അല്പം ആലോചിക്കുവാൻ വേണ്ടി സമയം ആവശ്യപ്പെടുകയും പിന്നീട് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കുകയാണ് ഉണ്ടായത്. അയാൾ അബൂജഹൽ ആവശ്യപ്പെട്ടതുപോലെ ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ഈ ഖുർആനിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അയാൾ പറയുകയാണ്, ഇതൊരു മാരണം മാത്രമാകുന്നു, ഈ പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ അതൊരു മാരണം മാത്രമാകുന്നു എന്ന്. വലീദിന്റെ ഈ അവസരവാദം തൊലിയുരിച്ചു കാണിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുദ്ദസിറിലെ ഏതാനും ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫഖാല ഇൻ ഹാദാ ഇല്ലാ സിഹ്റും യുഖ്സർ. എന്നിട്ട് അവൻ പറഞ്ഞു, ഇത് ആരിൽ നിന്നോ ഉദ്ധരിക്കപ്പെടുന്ന മാരണമല്ലാതെ മറ്റൊന്നുമല്ല. ഇൻ ഹാദാ ഇല്ലാ ഖൗലുൽ ബശർ, ഇത് മനുഷ്യന്റെ വാക്കല്ലാതെ മറ്റൊന്നുമല്ല. സഉസ്ലിഹി സഖർ, സൗസ്ലിഹി സഖർ, വഴിയെ ഞാൻ അവനെ സഖറിൽ, അതായത് നരകത്തിലിട്ട് എരിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേട്ടപ്പോൾ അത് അള്ളാഹുവിൽ നിന്നുള്ള വഹീ തന്നെയാണ് എന്ന് ബോധ്യപ്പെട്ട വ്യക്തിയാണ്. പിന്നീട് നാട്ടുകാരെയും കൂട്ടുകാരെയും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി, ജനങ്ങൾക്കിടയിൽ സൽപ്പേരും കീർത്തിയും ലഭിക്കുന്നതിനു വേണ്ടി സ്വന്തം മനസാക്ഷിയെ പണയപ്പെടുത്തിക്കൊണ്ട് കളവ് പറയുവാൻ വേണ്ടി ഈ വ്യക്തി ധൈര്യപ്പെട്ടത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിനെ കളവാക്കുന്ന പൊതുവായ ആളുകളുടെ സ്വഭാവമാണ് ഇത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ ഖുർആൻ ഇത് മനുഷ്യന്റെ വാക്കല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ഈ രൂപത്തിലുള്ള ആളുകൾ സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഏത് കാലഘട്ടത്തിലും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ ഖുർആനിന് പോലുള്ള ഒന്ന് നിങ്ങൾ കൊണ്ടുവരൂ എന്ന്. അതിനവർക്ക് സാധിക്കുകയില്ല എന്ന് അവർക്ക് തന്നെ നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അവരോട് നരകത്തെ സൂക്ഷിച്ചുകൊള്ളുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. ഫത്തഖുന്നാറല്ലതി വഖൂദുഹന്നാസ വൽ ഹിജാറത്ത്, മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഫത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിച്ചു കൊള്ളുവാൻ. എങ്ങനെയുള്ള നരകം? അല്ലതി വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന ആ നരകം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നരകത്തിൽ കത്തിക്കപ്പെടുന്ന ഇന്ധനങ്ങൾ അത് മനുഷ്യരും കല്ലുകളുമാണ് എന്നാണ്. നരകത്തിലെ ഇന്ധനം മനുഷ്യരാണ് എന്ന് പറഞ്ഞത് അത് അവിശ്വാസികളെ കുറിച്ചാണ് എന്ന് തഫ്സീർ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ള കാര്യം നമുക്ക് തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. എന്നാൽ അവിടുത്തെ കല്ലുകളെ കുറിച്ചുള്ള ഉദ്ദേശം അത് എന്താണ് എന്ന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ നടന്നിട്ടുണ്ട്. അത് വേഗത്തിൽ ആളിക്കത്തുന്ന, അസഹ്യമായ നാറ്റമുണ്ടാക്കുന്ന നരകത്തിലെ ഒരു പ്രത്യേകതരം കല്ലാണ് എന്ന രൂപത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് തുടങ്ങിയ മഹാന്മാരിൽ നിന്ന് വിശ്വാസയോഗ്യമായ ചില റിവായത്തുകൾ വന്നിട്ടുള്ളതായി മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് ഈ കല്ലുകൾ അത് വിഗ്രഹാരാധകന്മാർ ആരാധിച്ചിരുന്ന കല്ലുകളാണ് എന്നാണ്. ഏതായാലും ശരി സഹോദരങ്ങളെ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നരകത്തിലെ കാഠിന്യവും അവിടെ സത്യനിഷേധികൾക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയുടെ ഗൗരവമാണ്. ആ നരകത്തെക്കുറിച്ചാണ് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ, അത് ആ നരകം അത് സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം, അത് സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ടതാണ് നരകം എന്ന് പറയുന്ന ആ നരകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.